നമസ്കാരം. DGP ഓഫീസിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിനെതിരെയുള്ള അപ്രതീക്ഷിത പോലീസ് നടപടിയിൽ അപകടം ഒഴിവായത് നേതാക്കളുടെ സംയമനം മൂലമാണ്. പോലീസ് ബാരിക്കേഡിന് പുറം തിരിഞ്ഞ് പാർക്ക് ചെയ്ത വാഹനം സ്റ്റേജാക്കിയാണ് ഉദ്ഘാടന സമ്മേളനം നടത്തിയത്. സ്റ്റേജിന് പിന്നിൽ ഹോൾഡിംഗ് വെച്ചിരുന്നതിനാൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് പിന്നിലെ ബാരിക്കേഡോ പോലീസ് നീക്കമോ കാണാൻ കഴിയുമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് പ്രസംഗം തുടങ്ങി 3-ാം മിനിറ്റിലായിരുന്നു ജലപീരങ്കി പ്രയോഗം. പിന്നാലെ കണ്ണീർ വാതക വർഷം. എന്താണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾ തിരിച്ചറിയാൻ തന്നെ കുറച്ച് സമയമെടുത്തു. കണ്ണിൽ പുക നിറഞ്ഞ് കെ സുധാകരനും MM ഹസനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിലിരുന്നു. ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഡോക്ടർ ശശി തരൂരിന് കുറച്ചുനേരം കൃത്യമായി ശ്വാസോച്ഛ്വാസം ചെയ്യാനായില്ല. കണ്ണിന് ആരോഗ്യ പ്രശ്നമുള്ള കെ സുധാകരനും ഏറെ ബുദ്ധിമുട്ടി. 20ഓളം നേതാക്കൾ വാഹനത്തിലെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ചെറിയ സ്റ്റേജിലെ തിക്കിലും തിരക്കിലും അപകടം നടക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. നേതാക്കൾ സംയമനം പാലിച്ചതിനാലും സ്റ്റേജിൽ തന്നെ ഇരിക്കാൻ ശ്രമിച്ചതിനാലുമാണ് വലിയ അപകടം ഒഴിവായത്. പോലീസ് മാനുവൽ അനുസരിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷമേ കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നിരിക്കെയാണ് പോലീസ് എല്ലാ മാനദണ്ഡവും ലംഘിച്ചത്. അതേസമയം ശശി തരൂർ MPയും മാത്യു കുഴൽനാടൻ MLAയും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഫോണിൽ വിളിച്ച് പ്രതിഷേധം അറിയിച്ചു. കണ്ണീർ വാതക പ്രയോഗത്തിന് കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ലെന്നും TV-യിലൂടെ സംഭവം കണ്ടപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നുമാണ് DGP പറഞ്ഞതെന്ന് കുഴൽനാടൻ അറിയിച്ചു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി ഉയർന്നു. എന്നാൽ ഹർത്താലിനെതിരെ നേതൃത്വം സ്വീകരിച്ചു വരുന്ന നിലപാടും ക്രിസ്മസ് ദിനങ്ങളാണെന്നതും ചൂണ്ടിക്കാട്ടി അവരെ നേതൃത്വം പിന്തിരിപ്പിച്ചു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് DYFI മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച DGP ഓഫീസ് മാർച്ചിന് നേരെ കണ്ണീർ വാതക ഷെല്ലും ജലപീരങ്കിയുമായി പോലീസിന്റെ ഇരട്ട പ്രഹരമാണ് നടന്നത്. ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കം 6 MPമാരും 7 MLAമാരുമുള്ള വേദിയിലേക്കായിരുന്നു പോലീസിന്റെ അപ്രതീക്ഷിത ആക്രമണം. പോലീസ് നടപടി മൂലം പ്രതിപക്ഷ നേതാവിന് പ്രസംഗം പൂർത്തിയാക്കാനും സാധിച്ചില്ല. പ്രതിഷേധ മാർച്ചുകളുടെ ഉദ്ഘാടനം കഴിയുന്നതുവരെ കാത്തിരിക്കുക എന്ന കീഴ്വഴക്കം പോലും പോലീസ് പാലിച്ചില്ല. പ്രായം ചെന്ന നേതാക്കൾക്കെതിരെ വീര്യം കൂടിയ കണ്ണീർ വാതകം പ്രയോഗിക്കുക എന്ന സാഹസത്തിനും അവർ മുതിർന്നു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ ഒരു തെരുവ് യുദ്ധമായി. കണ്ണീർ വാതകം 9 തവണയാണ് പ്രയോഗിച്ചത്. പ്രവർത്തകർ തിരിഞ്ഞോടുന്നതിനിടെ 2 പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തു. പോലീസിനെതിരെ കെ സുധാകരൻ ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി. മ്യൂസിയം പോലീസ് സുധാകരനെ 1-ാം പ്രതിയും സതീശനെ 2-ാം പ്രതിയുമാക്കി ജാമ്യമില്ലാ വകുപ്പിൽ കേസുമെടുത്തു. മറ്റ് നേതാക്കൾ അടക്കം 500ഓളം പേരെയും പ്രതി ചേർത്തു. അതേസമയം കണ്ണൂരിൽ തേങ്ങയിടാൻ പാർട്ടി അനുമതി വേണമെന്ന് ഒരു നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ ആകെ ഇങ്ങനെ മാറ്റിയെടുക്കാനാണ് ശ്രമമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ കാലം മാറുമെന്നോർക്കണം. ഇതുകൊണ്ടൊന്നും പിന്മാറില്ല. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓർമ്മപ്പെടുത്തി. നവകേരള സദസ്സ് എന്ന പേരിൽ ഒടുക്കത്തെ യാത്രയാണ് പിണറായി നടത്തുന്നത്. എല്ലാ ഏകാധിപതികൾക്കും കാലം കാത്തുവെക്കുന്നത് മഹാദുരന്തമാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും തുറന്നടിച്ചു.